الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف الرحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാന്യരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറയുടെ ഒരു കാലചക്രത്തിനനുസരിച്ചുള്ള ഒരു വിവരണം ജാഹിലിയ കാലം മുതൽ പ്രവാചക വഫാത്തിനും ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കൽ വരെയുള്ള ഒരു തുടർച്ചയായൊരു ചരിത്ര കഥനം നമ്മൾ കഴിഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സീറ, ഒരു ചരിത്രം, ഒരു ജീവചരിത്രം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒഴുക്കിനനുസരിച്ച്, കാലഘട്ടങ്ങൾക്കനുസരിച്ച് പറയാൻ കഴിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയുക എന്നതാണ് ഈ ഒരു അടുത്ത ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ, ശാരീരിക സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ആളുകളോടും പെരുമാറിയ രീതികൾ, ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ്റെ ശൈലികൾ, അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ച സന്ദർഭങ്ങൾ, കരഞ്ഞ സന്ദർഭങ്ങൾ, സമ്പന്നരോട് പെരുമാറിയത് എങ്ങനെ, ദരിദ്രരോട് പെരുമാറിയത് എങ്ങനെ, ഭാര്യമാരോട് പെരുമാറിയത് എങ്ങനെ, ചെറിയ കുട്ടികളോട് പെരുമാറിയത് എങ്ങനെ, തെറ്റ് കാണിച്ച ആളുകളോട്, തൻ്റെ മുമ്പിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചു പോയ, പാപങ്ങൾ ചെയ്തു പോയ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പെരുമാറി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സംഗതികൾ, പ്രവാചക ജീവിതത്തിൽ കടന്നുപോയ വസ്തുക്കൾ, അതുപോലെ തന്നെ കുട്ടികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദാ ഉണ്ടാവാറുണ്ടായിരുന്ന പ്രവാചകൻ്റെ വസ്ത്രം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, പ്രവാചകൻ ഉപയോഗിച്ച ഒട്ടകങ്ങൾ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൂടെ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നല്ല രൂപത്തിൽ തന്നെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പൂർത്തീകരിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നു മുതൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ചില പ്രത്യേകതകളുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനും ചില പ്രത്യേകതകളുണ്ട്. അഥവാ മൊത്തം പ്രവാചകന്മാരെ എടുത്താൽ ആ പ്രവാചകന്മാരുടെ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അർഹതപ്പെട്ട അള്ളാഹു നൽകിയ ചില സവിശേഷതകളുണ്ടാകും. മൊത്തം ഉമ്മത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയ സവിശേഷതകളുണ്ടാകും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില യുണീക്കായ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാർ, ഓരോ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന്, അവരോട് ഉറപ്പ് വാങ്ങുന്ന, അവരിൽ നിന്ന് വാഗ്ദാനം വാങ്ങുന്ന, അവർ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, അവരുടെ പ്രബോധന ജീവിതത്തിൽ പിന്നെ വെച്ചു പുലർത്തേണ്ട കാര്യമായി പഠിപ്പിക്കുന്നതാണ് അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥവും അവർക്ക് നൽകപ്പെട്ട ശരീഅത്തും മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ശേഷം വരാനുള്ള പ്രവാചകൻ, തനിക്ക് ശേഷം വരുന്ന റസൂൽ, ഇദ്ദേഹത്തെ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരിക. ഏറ്റവും അവസാനമായി വരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലാ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രവാചകനെ, തനിക്ക് ശേഷം വരുന്ന പ്രവാചകനെ സത്യപ്പെടുത്തുകയും അദ്ദേഹം വരുമ്പോൾ
ഇവരുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏത് നിലക്കും തങ്ങളുടെ സമൂഹത്തോട് അവരെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും, പ്രവാചകൻ വന്നിട്ടില്ല പക്ഷെ എന്നാലും വരാൻ പോകുന്ന പ്രവാചകൻ വിശ്വസിക്കുകയും ഇനി അദ്ദേഹം വന്നാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുക എന്ന ഉറപ്പ്, അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പറയുന്നത് കാണാം. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും ഹിക്മത്തും യുക്തിജ്ഞാനവും അവർക്ക് അല്ലാഹു കൊടുക്കേണ്ട ബോധനങ്ങളും വഹിയുമൊക്കെ കൊടുത്തു. പക്ഷെ അല്ലാഹു ഈ നബിമാരിൽ നിന്നൊക്കെ വാങ്ങിയ മീസാഖ്, ഉടമ്പടി, അവരിൽ നിന്ന് വാങ്ങിയ കരാർ, സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, പിന്നെ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അടുക്കലുള്ള ഇതിനൊക്കെ സത്യപ്പെടുത്തുന്ന നിങ്ങൾക്ക് ശേഷം വരുന്നൊരു റസൂല് വരും. അവിടെ ചെയ്യേണ്ടതിൽ തുഅ്മിനൂന ബിഹി വല തൻസുറുന്ന, നിങ്ങൾ ഉറപ്പായും ആ പ്രവാചകൻ വിശ്വസിച്ചിരിക്കണം, വല തൻസുറുന്ന, അദ്ദേഹത്തെ സഹായിച്ചിരിക്കുകയും വേണം. പിന്നെ ആ ആയത്ത് തുടരുന്നത് കാണാം. അല്ലാഹു ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, അള്ളാഹു പ്രവാചകന്മാരോട് ഈ ഉടമ്പടി പ്രവാചകന്മാരിൽ വാങ്ങുകയും വീണ്ടും ചോദിക്കണം, ആ അഖറർതും, നിങ്ങളത് അംഗീകരിച്ചോ? അപ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഖാലു അഖറർന, നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സവിശേഷത കൂടിയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വന്ന മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സവിശേഷത, മറ്റാർക്കും മറ്റൊരു പ്രവാചകരും നൽകപ്പെടാത്തൊരു സവിശേഷത, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട 5 കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അർഹതപ്പെട്ടതും പ്രവാചകന് മാത്രം നൽകപ്പെട്ടതുമുണ്ട്. മറ്റു പലത് പ്രവാചകന്മാർക്ക് ഒക്കെ നൽകപ്പെട്ടതും ഒക്കെയുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത 5 കാര്യങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. 1, നുസിർതു ബിർറുഅബി മസീറത ഷഹരിൻ, എനിക്കെതിരെ വരുന്ന ഏത് ശത്രു വിഭാഗമായിരുന്നാലും 1 മാസത്തോളം ഉള്ള 1 മാസം വഴിദൂരത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള, അതുപോലെ എൻ്റെ കൂടെയുള്ള മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം നിക്ഷേപിക്കും. അഥവാ 1 മാസം മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യമുണ്ട്, ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും അള്ളാഹു ഒരു പ്രത്യേകതരം ഭയം ശത്രുക്കളുടെ മനസ്സിൽ നിക്ഷേപിക്കും. അത് ബദ്റിലും ഒക്കെ പല യുദ്ധ സന്ദർഭങ്ങളിലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെയൊക്കെ എടുത്തു പറഞ്ഞൊരു സംഗതി കൂടിയാണത്. മുസ്ലിങ്ങളുടെ വിജയത്തിന് അള്ളാഹു നൽകിയ കാരണങ്ങളിൽ ഒന്നുകൂടിയാണത്. ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുക്കുന്നൊരു ഭയമുണ്ട്. സാധാരണഗതിയിലുള്ള ഭയമല്ലത്. അള്ളാഹു ശത്രുക്കളുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന ഒന്നാണ്. അവസാന കാലത്ത് അന്ത്യനാളോട് അടുക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോൾ, ദുനിയാവ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം നൽകുന്ന വസ്തുവായി മാറുകയും മരിക്കാൻ അവർക്ക് വെറുപ്പുണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ്, അവരോടുള്ള ഗാംഭീര്യവും അവരെക്കുറിച്ചുള്ള പേടിയും ശത്രുക്കളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു സംഗതിയാണ്. വജുഇലത് ലിയൽ അർദു മസ്ജിദൻ, ഭൂമി മുഴുവൻ മസ്ജിദാക്കി എന്നത് മുസ്ലിം ഉമ്മത്തിനുള്ളൊരു സവിശേഷതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനുള്ള സവിശേഷതയാണ്. മുസ്ലിങ്ങൾക്ക് എവിടെ വെച്ച് നിസ്കരിക്കാം, ബാത്റൂം അല്ലെങ്കിൽ മക്ബറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ചില സ്ഥലങ്ങൾ, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ച് പ്രത്യേകം പറഞ്ഞ സ്ഥലം ഒഴിച്ച് ഭൂമിയിൽ എവിടെയും ശുദ്ധമാണോ അവിടെ ഒരു പള്ളി ഉണ്ടാവണമെന്നില്ല, ഒരു ആരാധനാലയം നിർബന്ധമില്ല. മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്നിടത്തത് ഉണ്ടാവണം. എങ്കിലും ഒരാൾ യാത്ര ചെയ്യാണ്, മരുഭൂമിയിലാണ്, അല്ലെങ്കിൽ റോഡ് വക്കിലാണ്, അവിടെ നല്ല ശുദ്ധിയുള്ള നജസും മറ്റു കാര്യങ്ങളുള്ള സ്ഥലങ്ങൾ അവിടെ വെച്ച് തന്നെ അയാൾക്ക് നിസ്കരിക്കാം. അപ്പോൾ ഭൂമി മുഴുവൻ മസ്ജിദും ത്വഹൂറും ശുദ്ധിയുമായി നൽകിയത് മുസ്ലിം ഉമ്മത്തിനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅയ്യുമാ റജുലിൻ മിൻ ഉമ്മത്തി അദ്റകത്ഹു സ്വലാഹ് ഫലിയുസല്ലി, അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്കെങ്കിലും അവർ എവിടെ ആയിരുന്നാലും നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ അവർ നിസ്കരിക്കട്ടെ. പള്ളിയിൽ എത്തിയാലും നിസ്കരിക്കാൻ പറ്റൂ എന്നില്ല, സമയമാകുമ്പോഴേക്ക് പള്ളി എത്തൂല. എന്നാൽ അവിടെ പള്ളിയിൽ എത്തിയിട്ടേ നിസ്കരിക്കാൻ കഴിയൂ എന്നില്ല, അവിടെ വെച്ച് തന്നെ അയാൾക്ക് നിസ്കാരം നിർവഹിക്കാം. വഉഹില്ലത് ലിയൽ മഗാനിമു ലിഅഹദിൻ വലം യഹില്ല ലിഅഹദിൻ ഖബ്ലി, എനിക്ക് യുദ്ധാർജിത സ്വത്തുക്കൾ, മഗാനിമുകൾ, ഗനീമത്തുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുൻകാല പ്രവാചകന്മാർക്കോ ഇല്ല.
മുൻകാല സമൂഹങ്ങൾക്ക് ഗനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറയുന്നത് കാണാം. പൂർവ്വകാല പ്രവാചകന്മാരിൽ പിന്നെ അവരുടെ ഗനീമത്ത് സ്വത്തുക്കൾ ആകാശത്ത് നിന്ന് തീ വന്ന് ഭക്ഷിക്കുമായിരുന്നു. അത് അവർക്ക് എടുക്കാനോ അത് ഉപയോഗിക്കാനോ അത് വീതം വെക്കാനുള്ള അനുവാദമില്ല. ഒരു സമൂഹം അപ്പുറത്തെ സമൂഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഗനീമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. വഉഅതീതു ശഫാഅ, അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത വിധം നാളെ പരലോകത്തുള്ള പ്രത്യേകമായ ചില ഷഫാഅത്തുകൾ, ആ ഷഫാഅത്തുള്ള അർഹത അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടു. അതുപോലെ തന്നെ വകാന നബിയ്യു യുബാഥു ഇലാ ഖൗമിഹി ഖാസ്സതൻ, മുൻകാലത്ത് വന്ന ഏത് പ്രവാചകനായിരുന്നാലും ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രമായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത്. വബുഇസ്തു ഇലന്നാസി ആമ്മതൻ, ഞാൻ നിയോഗിക്കപ്പെട്ടത് എല്ലാ മനുഷ്യരിലേക്കുമാണ്, എല്ലാ ആളുകളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞ പിന്നെ എനിക്കും നൽകിയ 5 പ്രത്യേകതകൾ എന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ്. അതുപോലെ അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്, നമുക്കൊക്കെ അറിയാവുന്ന പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാത്തമുൻ നബിയ്യീൻ. ഖാത്തമുൻ നബിയ്യീനാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെയാണ്. ഇനിയൊരു പ്രവാചകനില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞു വന്ന് ഈ ലോകം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിൽ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. മനുഷ്യരുടെ ആദം നബി മുതലുള്ള മനുഷ്യരുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലേറ്റവും അവസാനമായി വരേണ്ടയാളാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിനുശേഷം ഒരു പുതിയൊരു ദീനുമായി, ഒരു ശരീഅത്തുമായി, ഇനിയൊരു നിയമവുമായി ഒരു പ്രവാചകനും വരാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അവസാനത്തെ പ്രവാചകൻ എന്നതായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാത്തമൻ നബിയ്യീൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, അന്തിമ പ്രവാചകൻ. ഇനിയൊരു റസൂൽ ഈ ലോകത്തേക്ക് വരാനില്ല. അഥവാ ഇനി ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വരുമല്ലോ എന്ന് ചിന്തിച്ചാൽ പോലും അദ്ദേഹത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ, ഈ ഇസ്ലാം, ഈ ശരീഅത്ത് ഇത് പിൻപറ്റുക എന്നല്ലാതെ മറ്റൊരു വകുപ്പില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തൗറാത്തിൻ്റെ ഏടുകളുമായി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല അൻ യത്തബിഅനി. മൂസ അലൈഹിസ്സലാം ഇപ്പോൾ പ്രവാചകനായിരുന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട വലിയ പദവിയുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹു സംസാരിച്ച മൂസാ നബി, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും, അദ്ദേഹം ഇന്ന് റസൂലിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും, മാ വസിഅഹു ഇല്ല അൻ യത്തബിഅനി, എന്നെ പിൻപറ്റുക, ഈ ശരീഅത്തനുസരിച്ച് ജീവിക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും കഴിയുമായിരുന്നില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം അന്ത്യപ്രവാചകൻ. പ്രവാചകൻ്റെ ദീൻ, ശരീഅത്ത്, അതാണ് പിന്നെ ലോകാവസാനം വരേക്കുമുള്ള ആളുകൾ പിന്തുടരേണ്ടത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ക്രമം എന്നത്. അപ്പോൾ അതിന് മഹത്വമുണ്ട്. ഏറ്റവും അവസാനമായി അള്ളാഹു തിരഞ്ഞെടുത്തു. അതിൽ തന്നെ ലോകാവസാനം വരേക്കുമുള്ള ഒരു മാറ്റവും വരാതെ ദീൻ പൂർണ്ണമാക്കി അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോക മാനവരാശിക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ വഹീനെ, ഈ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ അള്ളാഹു മറ്റൊരു വേദഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. അത് മറ്റൊരു സവിശേഷതയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആണ് ഈ ഉത്ബോധനം, ഈ ദിക്ർ അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാം തന്നെയാണ് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് വിശുദ്ധ ഖുർആന് മാത്രം നൽകപ്പെട്ടൊരു സംരക്ഷണമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചരിത്രപരമായി നോക്കിയാൽ തന്നെ ഈസാ നബി അലൈഹി സ്വലാമയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയ കാലഘട്ടങ്ങളൊന്നുമില്ല. അതിനേക്കാൾ വലിയ കാലഘട്ടം ഇപ്പം തന്നെ കഴിഞ്ഞു പോയി, റസൂലും നമ്മളും തമ്മിൽ. പക്ഷേ ഈസാ നബി, തൊട്ട് മുമ്പുള്ള ഈസാ നബിയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇടയിൽ പോലും ഏകദേശം ഒരു 500-600 കൊല്ലം നമ്മൾ കണക്കാക്കിയാൽ പോലും
അതിനിടയിൽ തന്നെ ക്രൈസ്തവതയിൽ വന്ന കാതലായ മാറ്റങ്ങൾ, അവരുടെ വിശ്വാസരംഗത്തും ആരാധനയിലും ഒക്കെ തന്നെ വന്ന മാറ്റങ്ങൾ, നേരെ മറിച്ച് അവരുടെ വേദഗ്രന്ഥങ്ങൾ തന്നെയും ബൈബിളിൻ്റെ ഇന്ന് നിലവിലുള്ള ക്രൈസ്തവർ പിന്തുടരുന്ന ബൈബിളിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല സുന്നഹദോസുകളുടെയും ചരിത്രമുണ്ട്. ഓരോ സുന്നഹദോസുകൾ എന്ന് പറഞ്ഞാൽ ഓരോ പണ്ഡിത സഭ കൂടുന്ന സംഗമങ്ങൾക്കാണ് അങ്ങനെ പേര് പറയുന്നത്. അത് കൂടുമ്പോൾ അവർ തീരുമാനിക്കുമെന്ന് പുതിയ നിയമം, അത് പഴയ നിയമം, അത് തൗറാത്തിൻ്റെ ഭാഗങ്ങൾ, അതിലവരൊരുപാട് തൊടാൻ നിൽക്കില്ല. എന്നാൽ പിൽക്കാലത്ത് അത് ചർച്ച വന്നിട്ടുണ്ട്, അത് അംഗീകരിക്കണോ വേണ്ടേ. പുതിയ നിയമം അഥവാ ബൈബിൾ, പുതിയ നിയമം ഈസാ നബിക്ക് അവതരിച്ചത് എന്നവർ പറയുന്നതിൽ തന്നെ അതിൽ എത്ര പുസ്തകങ്ങളുണ്ട്, അതിൽ ഇത്ര പുസ്തകങ്ങൾ, അതിൽ ഇന്ന പുസ്തകങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, അതിൽ ബർണബാസിൻ്റെ സുവിശേഷം അത് അംഗീകരിക്കാൻ കഴിയില്ല, ഇന്നയാളുടെ സുവിശേഷം അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെ സഭ കൂടി തീരുമാനിച്ച് തങ്ങളുടെ വേദഗ്രന്ഥം ഏതാണ്, പ്രമാണം ഏതാണ്, ഏതെടുക്കാൻ പറ്റും എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പേ ക്രൈസ്തവതയ്ക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. തൗറാത്തിൻ്റെ അവസ്ഥയും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ നേരെ മറിച്ച് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ എന്നത് ഇന്നും 1500 കൊല്ലമായി നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ 15 നൂറ്റാണ്ടുകൾക്കിടയിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ഹർഫ് വിശുദ്ധ ഖുർആനിൽ ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ചർച്ച ഉണ്ടായിട്ടില്ല. പല അബ്ബാസി കാലത്താണെന്നാണ് ഓർമ്മ, ഒരു യഹൂദനായ മനുഷ്യൻ അയാളൊരു പരീക്ഷണം നടത്താൻ തുനിഞ്ഞു എന്നാണ്. വിശുദ്ധ ഖുർആൻ നല്ലതുപോലെ കയ്യെഴുത്ത് പ്രതിയാണല്ലോ എന്നുള്ളത്, കയ്യെഴുത്ത് നല്ല വശമുണ്ടായിരുന്ന അയാൾ നല്ലൊരു കയ്യെഴുത്ത് പ്രതി എഴുതി അതിൽ ചില ഭാഗം മാത്രം തെറ്റിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിൽപ്പനയ്ക്ക് വെച്ചു. ആ തെറ്റ് പിടിച്ചു. അവസാനം വിശുദ്ധ ഖുർആനെ തെറ്റ് പിടിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും അധികം സമയമൊന്നും വേണ്ടല്ലോ. ആ തെറ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആ വേഗതയും അത് കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ അത്രത്തോളം കൃത്യമായി മുസ്ലിം സമൂഹം അത് കാത്തുസൂക്ഷിക്കുന്നു എന്നതിനെയും കണ്ട് പിന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു ചരിത്രം നമുക്ക് കാണാം. അത് മുസ്ലിങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം അതിനുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നും എത്രയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അതുണ്ട്. ഈ അള്ളാഹു പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ ഒരുക്കുന്ന സംരക്ഷണമാണ് ഈ ഒരു സംരക്ഷണം. അത് അന്ത്യനാൾ വരേക്കും ഉണ്ടാകും എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിനും അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രം നൽകപ്പെട്ട സവിശേഷതയാണ്. ഇതിലേക്ക് മറ്റൊരു തെറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം കടത്തിക്കൂട്ടുക അതിനും സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. അത് പൂർണ്ണമായി സംരക്ഷിച്ചു അതേ രൂപത്തിൽ തന്നെ പോകുക എന്നുള്ളതാണ്. സംരക്ഷിക്കുക മാത്രമല്ല, അതിലെന്തെങ്കിലും ഒരു കടത്തിക്കൂട്ടൽ നടത്താനോ അതിലില്ലായ്മ ചെയ്യാനോ ഒന്നും കഴിയില്ല. അതിലെന്തെങ്കിലും അബദ്ധം സൃഷ്ടിക്കുക ഒന്നും കഴിയില്ല. എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ അതിൽ വരിക അത് കഴിയില്ല. ഖുർആനിൽ അല്ലാഹു തന്നെ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അല്ലാഹു അല്ലാത്തവരുടെ അടുത്ത് നിന്ന് ഉള്ളതായിരുന്നുവെങ്കിൽ അതിലൊരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ഇന്നും ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാകരണ പിശകുകൾ തിരയാൻ വർഷങ്ങളായി ആളുകൾ നടക്കുന്നുണ്ട്. ഖുർആനിൽ വ്യാകരണ പിശകുണ്ട്, ഖുർആനിൽ ശാസ്ത്രീയമായ അബദ്ധങ്ങളുണ്ട്, ഖുർആനിൽ ചരിത്രപരമായ അബദ്ധങ്ങളുണ്ട്, ഖുർആനിൻ്റെ എഴുത്ത് അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഖുർആൻ്റെ പാരായണ രീതികൾ അത് വൈരുദ്ധ്യമാണ്, ഖുർആൻ 7 ഖിറാഅത്തുണ്ട്. ഇങ്ങനെ എത്രയോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കാണാം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ എന്താണ് സംഭവിച്ചത്? ഖുർആനിലൊരു അബദ്ധം കണ്ടെത്താൻ, ഖുർആനിലൊരു ഒരു വൈരുദ്ധ്യം കണ്ടെത്താൻ ഇന്ന് വരേക്കുമുള്ള ഒരാൾക്കും അത് കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയുകയുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് നൽകിയ ഒരു സവിശേഷത. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയൊരു സവിശേഷത കൂടിയാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു അത് പല നിലക്ക് പറയുന്നത് കാണാം. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി. അതിൻ്റെ മുമ്പിൽ നിന്നോ പിന്നിൽ നിന്നോ അതല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിലക്ക് ഖുർആനിലേക്ക് എന്തെങ്കിലും ഒരു ബാത്തിൽ കടന്നു വരിക അത് അസംഭവ്യമാണ് എന്നതാണ്. മറ്റൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഈ ഉമ്മത്തിൽ പ്രത്യേകിച്ച് സ്വഹാബിമാർ ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു സുരക്ഷിത കവചമാക്കി എന്നതാണ്. അഥവാ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു അത് പറയുന്നത് കാണാം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു ഈ സമൂഹത്തെ താങ്കൾ ഉള്ളിടത്തോളം കാലം അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുകയില്ല. അഥവാ ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന ശിക്ഷ അത് മുൻകാലത്ത് പല പ്രവാചകന്മാരുടെ സമൂഹങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുച്ചൂട് നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുണ്ട്, ആ പ്രവാചകന് മാത്രം രക്ഷപ്പെടുത്തി. പക്ഷേ
മുസ്ലിങ്ങളോട് സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു പറയാണ്, പ്രവാചകരോട് അൻത ഫീഹിം, താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ മുസ്ലിം സമൂഹം ഒന്നാകെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയില്ല. രണ്ടാമതൊരു കവചം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചു. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഒക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉള്ളൊരു കവചമാണ്. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്രയും കാലവും അള്ളാഹു അവർ ശിക്ഷിക്കുകയില്ല. ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷയാണത്, ആഖിറത്തിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പണ്ഡിതന്മാർ അൽ അമാനുസാനി, രണ്ടാമത്തെ കവചം, ഒരു മുസ്ലിമിൻ്റെ കവചം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അഥവാ ഒന്നാമത്തെ കവചം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും, രണ്ടാമത്തെ കവചം ശിക്ഷകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കുന്ന ഒന്ന് ഇസ്തിഗ്ഫാറും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അബൂ ബുർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരിക്കലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോയി. പക്ഷേ സ്വഹാബിമാരൊക്കെ ഇശാ ജമാഅത്ത് കൂടി പ്രവാചകൻ്റെ ഒപ്പം നിസ്കരിച്ച് പിരിയാം എന്ന നിയ്യത്തിൽ കുറേ സ്വഹാബിമാർ അവിടെ ഇരുന്നു. അപ്പോൾ ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതുവരെ കുറേ കഴിഞ്ഞാണ് വന്നത്, മാസിൽ തുംഹാഹുന, നിങ്ങൾ മഗ്രിബ് നിസ്കരിച്ച് ഇതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നജ്ലിസു ഹത്താ നുസല്ലിയ മഅക്കൽ ഇശാ, താങ്കളോടൊപ്പം ഇശാ കൂടി ജമാഅത്തെ നിസ്കരിച്ച് പിരിയാം എന്ന നിലക്കാണ് ഇരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രശംസിച്ചു, നിങ്ങൾ നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് പ്രത്യേക പ്രതിഫലമുള്ള സംഗതിയാണല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയുന്നത് കാണാൻ കഴിയും, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. വകാന കസീറൻ മിമ്മാ യർഫഉ റഅസഹു ഇല സമാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആകാശത്തേക്ക് തല ഉയർത്തി നോക്കുന്നയാളായിരുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി പല സന്ദർഭങ്ങളിൽ ഒരുപാട് ഹദീസുകൾ നമുക്കത് കാണാം. പലതവണ പ്രവാചകൻ പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആകാശത്തേക്ക് നോക്കിയിരുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി. ഇശാൻ്റെ സമയമാണ്, നമ്മുടെ ഈ ഒരു ഏകദേശ സമയമാണല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ഷത്രങ്ങളെ കണ്ടു, സ്വഹാബിമാരിങ്ങനെ കണ്ടു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൻ നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് ആകാശത്തിന് വേണ്ടി സംരക്ഷിച്ചിരിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന ചില കവചങ്ങളാണ്, ചില സുരക്ഷിതത്വങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഫൈദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാഅ മാ യുഅദ്, ഈ നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ, മാഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന് അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അത് കടന്നു വരും. അഥവാ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്. ഖിയാമത്ത് നാളിൽ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളെന്നൊക്കെ പറയുന്നത് എത്രയോ അകലെയുള്ള നക്ഷത്രങ്ങളും അതിൻ്റെ പ്രകാശങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് പോലും മൊത്തം ഗാലക്സികളെയും അതുപോലെ തന്നെ മൊത്തം ഈ പ്രപഞ്ചത്തെയും ഒക്കെ എടുത്താൽ അതിൽ എത്രയോ ചെറിയ ഒരു നക്ഷത്രം മാത്രമായി സൂര്യനിൽ നിന്ന് വരെയുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8.5 മിനിറ്റോളം എടുക്കും. അതിനേക്കാളും അപ്പുറത്ത് നമ്മൾ ഇന്ന് രാത്രി കാണുന്ന നക്ഷത്രം, അതിൻ്റെ പ്രകാശമുണ്ടായതും ആ നക്ഷത്രം നിലനിന്നതും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. ആ രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും പറയുന്നത് കാണാം. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു നക്ഷത്രം അത് ഇന്ന് കണ്ട നക്ഷത്രമാവില്ല, ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നശിച്ചു പോയ നക്ഷത്രത്തിൻ്റെ പ്രകാശമായിരിക്കും അത്രയധികം ദൂരത്ത് നിന്ന് പ്രകാശവർഷം കണക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ അന്ത്യനാളോട് എടുക്കുമ്പോൾ നക്ഷത്രങ്ങളില്ലാതാവും, നക്ഷത്രങ്ങൾ പോയി കഴിയും. അപ്പോഴാണ് ആകാശത്തിന് അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നു ചേരുക, അഥവാ ആകാശം നശിപ്പിക്കപ്പെടുക. വഅന അമനത്തുല്ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ മേൽ ഒരു സുരക്ഷിതത്വമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബിമാർക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർക്ക് വന്നു ചേരും. അഥവാ പല അനിഷ്ട സംഭവങ്ങളും പല ഫിത്നകളും ഉണ്ടാകും. ഞാൻ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മറയായി ഒരു സുരക്ഷിതത്വമായി നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സ്വഹാബിമാർ ഈ മുസ്ലിം ഉമ്മത്തിന് മൊത്തം ഉള്ള സംരക്ഷണ കവചമാണ്, ഒരു സുരക്ഷിതത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഈ സ്വഹാബിമാരും പോയി കഴിഞ്ഞാൽ, അവരുടെ കാലവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നു ചേരും. അഥവാ ഫിത്നകളുണ്ടാകും, അന്ത്യനാൾ അത്രയേറെ അടുത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വേറെയും പല ഹദീസുകൾ നമ്മൾ ക്ലാസ്സുകളിലും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അസറിന് ശേഷം ഖുതുബ തുടങ്ങി,
മഗ്രിബ് ആകാറായി. സൂര്യൻ ഇങ്ങനെ ആ പ്രവാചകൻ ഖുതുബ നടത്തുന്ന ആ സ്ഥലത്തെ മലനിരകൾക്ക് അടിയിലേക്ക് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാനായി ഇങ്ങനെ പോവുകയാണ്. സൂര്യൻ ഇങ്ങനെ ആ മലകൾക്ക് മുകളിലെത്തി എന്നുള്ള ആ സ്ഥിതി എത്തി, അസ്തമിക്കാനായി എന്ന് പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഇനി ഈ ദുനിയാവിൻ്റെ അവസാനം എന്ന് പറയുന്നത്, ലോകാവസാനം എന്ന് പറയുന്നത് അത്രയേറെ അടുത്താണ്. ഈ പകലിൽ നിന്ന് ഇനി എന്താണോ ബാക്കിയുള്ളത്, അഥവാ അസ്തമിക്കാറായി അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന സൂര്യനെ ചൂണ്ടിയാണ് പ്രവാചകൻ അത് പറഞ്ഞത്. ഇനി ഈ സൂര്യൻ അസ്തമിക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. ഇനി ഈ പകലിൽ നിന്ന് ബാക്കിയുള്ളത് വളരെ കുറച്ച് സമയമാണ്. അതാണ് എനിക്കും ഇനി ലോകാവസാനത്തിനും ഇടയിൽ ബാക്കിയുള്ളത്. ഇനി ആകെ ഈ ദുനിയാവിൻ്റെ ആയുസ്സായി ബാക്കിയുള്ളത് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്, പ്രവാചകൻ്റെ സ്വഹാബിമാർ ഈ ഉമ്മത്തിന് ഒരു സുരക്ഷിതത്വമാണ്. അത്രയേറെ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹയാത്ത്, പ്രവാചകൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊരാളുടെ വിഷയത്തിൽ അങ്ങനെ നമുക്കൊരു പരാമർശം കാണാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പല സൃഷ്ടികളെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യാം. മനുഷ്യരായ നമുക്കാണത് കഴിയാത്തത്. നമുക്ക് അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് അള്ളാഹു ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ട്, സൂര്യനെ കൊണ്ട്, വശംസ്, വൽ ഫജ്ർ, പുലരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആയുസ്സിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അത് റസൂലിന് മാത്രമുള്ളൊരു സവിശേഷതയാണ്. സൂറത്തുൽ ഹിജ്റിൻ്റെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യമഹൂൻ. ലൂത്ത് നബിയുടെ ആ സദൂം ഗോത്രക്കാരുടെ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട അവരുടെ ദുഷിച്ച നിലപാടുകൾ പറയുമ്പോഴാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ആ പരാമർശങ്ങൾക്കിടയിൽ സൂറത്തുൽ ഹിജ്റിൽ ആ ലൂത്ത് നബിയുടെ സമുദായം അവരുടെ ലഹരിയിൽ, അവരെ ഈ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന മ്ലേച്ഛതയുടെ ലഹരിയിൽ മുഴുകി ജീവിക്കുന്നവരായിരുന്നു, അതിൽ അന്ധമായി അഭിരമിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നിടത്ത് അത് അറബി ഭാഷയിലൊരു പ്രയോഗം കൂടിയാണ്. ലഅംറുക് എന്ന് പറയൽ, നിൻ്റെ ആയുസ് തന്നെയാണ് എന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെ പ്രയോഗിച്ചത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റപ്പെടുന്ന വ്യക്തി എന്ന ഒരു ശ്രേഷ്ഠത അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു പ്രത്യേകതയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പറയുന്നത് കാണാം. വന അക്സറുൽ അംബിയാഇ തബഅൻ, ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകുന്ന പ്രവാചകൻ അത് ഞാനാണ്. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും കൂടുതൽ അനുയായികൾ അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെക്കുറിച്ച് പലയിടത്ത് പറഞ്ഞതിൽ ഒരുപാട് സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ല അമ്രുക്ക പോലെ. അതിൽ മറ്റൊന്നാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരവോടെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു പല പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. യാ ആദം, അല്ലയോ ആദം. യാ യഹ്യ, യഹ്യ എന്ന് പേര് വിളിച്ച്. യാ സക്കരിയ, സക്കരിയ എന്ന് പേര് വിളിച്ച്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ യാ മുഹമ്മദ് എന്നൊരു പരാമർശം കാണില്ല. നേരെ മറിച്ച് അത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അല്ലയോ പ്രവാചകരെ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. അങ്ങനെ എത്രയോ ആയത്തുകൾ. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. അങ്ങനെ റസൂൽ, നബി എന്ന് അള്ളാഹുവിൻ്റെ റസൂലായ, അള്ളാഹുവിൻ്റെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സ്ഥാനമാണ്. വാക്കുകളിൽ പോലുമുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു ആദരവും ബഹുമാനവും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അതുപോലെ മുൻകഴിഞ്ഞ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ, ഇതൊക്കെയും പുറത്തു കൊടുത്തു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ സവിശേഷതയാണ്. സൂറത്തുൽ ഫത്ഹിൻ്റെ തുടക്കം നമുക്ക് കാണാം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ. മാ തഖദ്ദമ മിൻ ദംബിക്, പ്രവാചകരെ അങ്ങയുടെ മുമ്പ് വന്ന ദംബ് പാപങ്ങളൊക്കെയും അതും പുറത്തു തന്നിരിക്കുന്നു. വമാ തഅഖർ, ഇനി വരാനിരിക്കുന്നു ഒക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു അള്ളാഹു നേരത്തെ കൊടുത്തു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനം നമ്മൾ ആമന റസൂലു എന്ന് പറയുന്നതും അത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെയൊന്ന് ഒരു സമൂഹങ്ങൾക്കും ഒരു പ്രവാചകനും അള്ളാഹു മുമ്പ് നൽകിയിട്ടേ ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ നമുക്ക് അത് പിന്നെ നമ്മൾ ചൊല്ലുകയും അത് നമ്മൾ പാരായണം ചെയ്യുക എന്നത്, അതിൽ പറയുന്ന കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹിദായത്ത്.
ആമന റസൂലിൽ അതിൻ്റെ അവസാന ഭാഗത്ത് മുഴുവൻ പ്രാർത്ഥനകളാണ്. ഗുഫ്രാനക റബ്ബന, മഗ്ഫിറത്ത് തേടുന്നത്. അങ്ങനെ അള്ളാഹു എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ പിന്നെ മറന്നുപോയി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുന്ന പ്രാർത്ഥന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാം. ഇത് പാരായണം ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥന ഉൾപ്പെടുന്ന ഇത് പാരായണം ചെയ്താൽ അതിലെന്താണോ പരാമർശിക്കപ്പെടുന്നത് ഉറപ്പായും നൽകപ്പെടും എന്നത് ആ മനുഷ്യന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ ആകാശത്ത് നിന്നൊരു വലിയ ശബ്ദം കേട്ടു. അപ്പോൾ ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അത് പറഞ്ഞു കൊടുത്തു, ഇത് ആകാശത്തിൻ്റെ കവാടങ്ങളിൽ നിന്നൊരു കവാടമാണ്. ഫുതിഹൽ യൗം, അത് ഇന്ന് തുറക്കപ്പെട്ടു. ലം യുഫ്തഹ് ഖത്തു ഇലൽ യൗം, ഇന്ന് വരെ ആകാശം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇന്നുവരെ ആ കവാടം ഇന്നുവരെ തുറക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് ആ കവാടത്തിലൂടെ ഒരു മലക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, ഭൂമിയിലേക്ക് വന്നു. ആ മലക്കും ഈ ലോകത്ത് ഇതിന് മുൻപൊരിക്കലും ഇറക്കാത്ത ഒരു മലക്കായിരുന്നു അത്. ലം യൻസിൽ ഖത്തു ഇലൽ യൗം, ഇന്നുവരെ ആ മലക്ക് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ മലക്കിനെ നിയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞു, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യുൻ ഖബ്ലക്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെടാത്ത 2 പ്രകാശങ്ങൾ കൊണ്ട് താങ്കൾക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ, വ ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അതിൻ്റെ ഖവാത്തീം, അതിൻ്റെ അവസാന ഭാഗം, ആമന റസൂലു എന്ന് മുതൽ തുടങ്ങി ബഖറ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം. ലൻ തഖറ ബിഹർഫി മിൻഹുമാ ഇല്ലാ ഉതീതഹു, അത് പാരായണം ചെയ്തുകൊണ്ട് എന്താണോ അതിൽ പ്രാർത്ഥിക്കുന്നതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഇല്ല ഉതീതഹു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും, അത് നൽകപ്പെടും താങ്കൾക്ക് എന്നതാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വവും ഈ പറഞ്ഞ ആമന റസൂലുവിൻ്റെ മഹത്വവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാതെ വഹ്യുമായി മറ്റു പല മലക്കുകളും വന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് കൂടി വേറൊരു സംഭവം നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഉദ്ധരിച്ചിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാതെ മറ്റു മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വഹ്യുമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് പരാമർശിക്കുക, പ്രവാചകൻ്റെ പേരിങ്ങനെ പരാമർശിക്കുന്നു നിരവധി തവണ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മറ്റൊരു സവിശേഷതയാണ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വമൻ യുതിഇല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും എന്ന് പറഞ്ഞ് ചേർത്തി പറഞ്ഞ് പിന്നെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം എന്ന് പറയുന്ന ആയത്തുകൾ അനവധിയുണ്ട്. അപ്പോൾ അത് അള്ളാഹു അങ്ങനെ ചേർത്തി പറഞ്ഞു, അള്ളാഹു ആദരവോടുകൂടി പറഞ്ഞു. ഇതൊക്കെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് വെളിവാക്കിയ പ്രവാചകന് നൽകപ്പെട്ട സവിശേഷതകളാണ്. അതുപോലെ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് സീറയിലെ പല ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി. ഒരുപാട് തവണ പ്രവാചകൻ വീട്ടിലെ പട്ടിണിയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മറ്റൊരു സവിശേഷതയാണ് ഈ ദുനിയാവിലെ എല്ലാ ഖജനാവുകളുടെയും താക്കോല് അള്ളാഹു പ്രവാചകൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു, പ്രവാചകന് നൽകി. ഈ ദുനിയാവിലെ ഏത് നിധിയും ഏത് താക്കോലും ഏത് അധികാരവും ഏത് സമ്പത്തും അള്ളാഹുവിൻ്റെ റസൂലിന് കൈക്കലാക്കാനുള്ള അധികാരം പ്രവാചകന് കൊടുത്തിരുന്നു എന്നത് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന മുത്തഫഖുൽ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഫബൈന അന നായിമുൻ, ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്വപ്നത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊതീതു ബിമഫാത്തിഹി ഖസാഇനിൽ അർദ്, ദുനിയാവിലെ ഖസാഇനുകൾ ഖജനാവുകളുടെയൊക്കെയും താക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഫവുദിഅത് ഫീ യദി, അതെൻ്റെ കയ്യിൽ വെച്ച് തന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അന്ന് മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ മുസ്ലിങ്ങൾ നല്ല സുഭിക്ഷതയിലാണ്, അവർക്ക് അധികാരമുണ്ട്, ഖിലാഫത്തുണ്ട്, അനേകായിരം നാടുകളിൽ നിന്ന് ബൈത്തുൽ മാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമ്പത്തുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, വഖദ് ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻതും തൻതസിലൂനഹ, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കയ്യിൽ ദുനിയാവ് മുഴുവൻ വെച്ച് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞാലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ച് മരിച്ചു പോയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ഇതാ നിങ്ങളിപ്പോൾ അതിനു വേണ്ടി കടിപിടി കൂടുന്നു, അത് വലിയ കാര്യമായി മനസ്സിലാക്കുന്നു, സമ്പത്ത് ഇങ്ങനെ ഒരുപാട് കുമിഞ്ഞു കൂടുന്നു എന്ന്, അതിങ്ങനെ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് കാണാം. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകപ്പെട്ട സവിശേഷതയാണ്. മറ്റു പല ഹദീസുകളിൽ നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാജാധികാരവും പ്രവാചകത്വവും ഒരുമിച്ച് നൽകപ്പെട്ടു. നമ്മൾ തന്നെ
അവസാന കാലത്ത് പ്രവാചകൻ്റെ വഫാത്തിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതും പ്രവാചകൻ തിരഞ്ഞെടുത്തതും ഒക്കെ ആ ഹദീസുകൾ നമ്മൾ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രം നൽകപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. മറ്റൊരു പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് സമാനമായൊരു സംഭവം കാണാൻ പറ്റില്ല. ദുനിയാവിൽ തന്നെ ഒരൊറ്റ കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട്, സമയം എന്നൊന്നും പരിഗണനീയമേ അല്ല, അത്രമാത്രം ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര സമയദൈർഘ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാത്രിപ്രയാണം നടക്കുന്നു, മസ്ജിദ് അൽ അഖ്സയിൽ എത്തുന്നു, എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിക്കുന്നു, പിന്നെ മിഅ്റാജ് നടക്കുന്നു, അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് എത്തുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. മുമ്പിൽ കാണുന്നത് പോലെ പുറകിൽ കാണാൻ കഴിയും എന്നത് മറ്റൊരു സവിശേഷതയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ഹദീസ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തെ ഇമാമായി നിസ്കരിച്ചു. അപ്പോൾ പുറകിൽ വന്നു നിന്നൊരു സ്വഹാബി, അദ്ദേഹം നിസ്കാരത്തിൽ അത്ര ശ്രദ്ധയോട് ഒന്നുമായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു, യാ ഫുലാൻ, അല്ലയോ ഇന്നയാളെ, അലാ തുഹ്സിനു സ്വലാത്തക്, എന്താ നീ നിൻ്റെ നിസ്കാരം ശരിക്ക് നിസ്കരിക്കാത്തത്? അലാ യൻദുറുൽ മുസല്ലി ഇദാ സ്വല്ല കൈഫ യുസല്ലി. ഒരാൾ, എന്നൊരു പ്രവാചകൻ ഇങ്ങനെ പൊതുവായി പറയാണ്, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നിസ്കരിക്കുന്നത്, നിസ്കാരത്തിലുള്ള ശ്രദ്ധ, ഹൃദയ സാന്നിധ്യം, മനസാന്നിധ്യം, ഇതൊക്കെ വൃത്തിയായി ഖുശൂഅോടുകൂടി നിസ്കരിക്കുക എന്നതല്ലേ വേണ്ടത്? അതൊന്നും നിങ്ങൾ പരിഗണിക്കുന്നില്ലേ? ഫൈന്നമാ യുസല്ലി ലിനഫ്സി, അവന് വേണ്ടി തന്നെയാണല്ലോ നിസ്കരിക്കുന്നത്, മറ്റാരെയും കാണിക്കാൻ വേണ്ടിയല്ലല്ലോ. ഈ നിസ്കാരത്തിൻ്റെ ഉപകാരം അവന് മാത്രമാണുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി വല്ലാഹി ല ഉബ്സിറു മിൻ വറാഇ കമാ ഉബ്സിറു മിൻ ബൈനി യദൈ, ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ പിന്നിലുള്ളതും എനിക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കുള്ളൊരു സവിശേഷതയാണ്. അത് മറ്റാർക്കും അങ്ങനെ നൽകപ്പെട്ടിട്ടില്ല. മുത്തഫഖുൻ അലൈഹി ഹദീസ്, സ്വഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ വസീലത്ത്, ഫദീലത്ത്, മഖാമുൻ മഹ്മൂദ് എന്നീ വലിയ പദവികളും ശ്രേഷ്ഠതയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. അത് കൊണ്ട് തന്നെയാണ് ബാങ്ക് വിളിച്ചതിന് ശേഷം അദാൻ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്ന ഈ 3 പദവികൾ, വസീലത്ത്, ഫദീലത്ത്, അതുപോലെ തന്നെ മഖാമുൻ മഹ്മൂദ്, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ്. ഇത് മറ്റൊരാൾക്കില്ല. ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, അദാൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രാർത്ഥിക്കുന്നവന് എൻ്റെ ഷഫാഅത്ത് ഉറപ്പായും ഉണ്ടാകും ഖിയാമത്ത് നാളിൽ എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചത്. ലോകാവസാനമുണ്ടായി, എല്ലാവരും ലോകാവസാനത്തോടുകൂടി നശിച്ച് മരണപ്പെട്ട് അത് കഴിഞ്ഞ് പിന്നെ പുനരുത്ഥാനം ഉണ്ടാകുമ്പോൾ, പിന്നെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കുക എന്നത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകളാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നാസു യുസ്അഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആളുകളൊക്കെയും ബോധരഹിതരാകും, അഥവാ മരിക്കും. എല്ലാവരും ഈ ലോകത്ത് പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. പിന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഫഅകൂനു അവ്വല മൻ യുഫീഖു, ഞാനായിരിക്കും ആദ്യം ഉയർത്തെഴുന്നേൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടാകും എന്നൊരു റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറയുന്നുണ്ട്, എനിക്ക് മുമ്പാണോ ശേഷമാണോ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത് എന്നെനിക്കറിയില്ല. പക്ഷേ ഏതായാലും ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുക എന്ന് നമുക്ക് പറയാം. പരലോകത്തെ ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്നാമതായി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം പറഞ്ഞതുപോലെ സ്വർഗത്തിലെത്താൻ, സിറാത്ത് കടക്കാൻ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്നാമതായി ഉണ്ടാവും. അതിന് മുൻപ് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ ഒരാൾക്കും അനുവാദമില്ല. സ്വർഗവാതിലുകൾ ആദ്യമായി മുട്ടുക, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫഅസ്തഫ്തിഹ്, ഞാൻ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ അത് കവാടം തുറക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരൻ പറയും, മൻ അന്ത്, ആരാണ് തുറക്കാൻ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആരാണ്? അപ്പോൾ ഞാൻ പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അപ്പോൾ ആ മലക്ക് തിരിച്ചു പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, താങ്കൾ വന്നാൽ തുറന്നു കൊടുക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്,
താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഇത് തുറന്നു കൊടുക്കപ്പെടുകയില്ല, തുറന്നു കൊടുക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്വർഗ്ഗ കവാടങ്ങളിൽ അത് തുറക്കാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകന് വേണ്ടിയാണ് സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. സിറാത്ത് പാലത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരു ദീർഘമായ ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്വർഗ്ഗ നരകങ്ങളൊക്കെ കണ്ട ഹദീസ്. അതിൽ പറയുന്നത് കാണാം, വയുദ്റബു ജിസ്റു ജഹന്നം, പരലോകത്ത് നരകത്തിന് മുകളിലായി സിറാത്ത് എന്ന ആ പാലം അത് സ്ഥാപിക്കപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅകൂനു അവ്വല മൻ യുജീസ്, ഞാനായിരിക്കും അത് ആദ്യമായി ആ പാലം കടന്നു പോവുക. മുത്തഫഖുൻ അലൈഹി ഹദീസ്. പരലോകത്ത് കൗസർ നൽകപ്പെടുന്ന ആ ഹൗദുൽ കൗസർ അത് അല്ലാഹുവിൻ്റെ റസൂൽ മാത്രമുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാതെ മറ്റൊരാൾക്കും ഹൗദുൽ കൗസർ ഇല്ല. ഇന്നാ അഅതൈനാക്കൽ കൗസർ, തീർച്ചയായും പ്രവാചകരെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന സൂറത്ത് നമുക്കൊക്കെ മനപ്പാടമുള്ളതാണല്ലോ. ദുനിയാവിൽ തന്നെ, പരലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ദുനിയാവിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ചില കാര്യങ്ങളുമുണ്ട്. പ്രവാചകൻ്റെ മിമ്പറിനും പ്രവാചകൻ്റെ വീടിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ പൂന്തോപ്പിൽ നിന്നൊരു പൂന്തോപ്പാണ് എന്നത് ദുനിയാവിൽ തന്നെ ആ റൗദ എന്ന സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സവിശേഷതയാണ്. മാ ബൈന ബൈതി വ മിമ്പരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. റൗദ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ പ്രവാചകൻ്റെ ഖബറായി തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ ഖബറല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇത് വിശദീകരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം, മാ ബൈന ബൈത്തി, എൻ്റെ വീടിനും വ മിമ്പരി, എൻ്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം അതാണ് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ റൗദ എന്ന് പറഞ്ഞ തോട്ടങ്ങൾ, പൂന്തോപ്പുകൾ, അതിൽ നിന്നൊരു റൗദയാണ്, പൂന്തോട്ടങ്ങളിൽ നിന്നൊരു പൂന്തോട്ടമാണ് ഈ സ്ഥലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ദുനിയാവിൽ പ്രവാചകൻ നൽകപ്പെട്ട സവിശേഷതയാണ്. അതുപോലെ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഹലോകത്തും പരലോകത്തും ഒക്കെയുള്ള സവിശേഷത എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്തൊരു സവിശേഷതയുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ മാത്രം അതിനെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. അതാണ് ഒരു പ്രാർത്ഥന നിർബന്ധമായും അള്ളാഹു ഉറപ്പായും സ്വീകരിക്കും എന്നുള്ള ഒരു പ്രാർത്ഥന. അതെല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ വിശദീകരിക്കുന്നു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ നബിമാർക്കും ഒരു ദഅവത്തുൻ മുസ്തജാബ ഉണ്ടാവും, ഉറപ്പായും ഉത്തരം നൽകപ്പെടുന്നൊരു പ്രാർത്ഥന. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, പക്ഷേ എല്ലാ പ്രവാചകന്മാരും, ഞാൻ ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരും അതിനെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിനെ ധൃതിപ്പെട്ട് ആ അവസരം വിനിയോഗിച്ചു കളഞ്ഞു. വ ഇന്നി, പക്ഷേ ഞാൻ ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, ഞാനത് അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മളോടുള്ള സ്നേഹം വെളിവാക്കുന്ന, നമ്മളോടുള്ള റഹ്മത്ത് വെളിവാക്കുന്ന ഒരു വലിയ ഹദീസ് കൂടിയാണ്. ഞാനത് എൻ്റെ ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി, ശഫാഅത്തിന് വേണ്ടി ഞാനത് പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നമുക്കൊക്കെ സന്തോഷവാർത്ത നൽകുന്നൊരു കാര്യം. ഈ ദുനിയാവിൽ ഈ ശരിയായ തൗഹീദ് ആദർശം മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നുകൂടിയാണത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത്. അത് ഈ ആദർശം മുറുകെ പിടിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു, ഫഹിയ നാഇലത്തുൻ, അത് ലഭിക്കുന്നത് ഇൻഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിനോട് ഒന്നിനെയും, ഒരു ഷൈഇനെയും, ഒരു വസ്തുവെയും ഒന്നിനെയും പങ്കു ചേർക്കാതെ ശിർക്ക് ജീവിതത്തിൽ വരാതെ അങ്ങനെ തന്നെ മരിച്ചുപോയ ആളുകൾ, അവർക്കാണ് ഇൻഷാ അള്ളാഹ് അത് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആദർശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഉറപ്പായും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്തിന് അർഹതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. നമ്മൾ ഈ ഓരോ സവിശേഷതകളും പഠിക്കുമ്പോൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ അർഹതയും യോഗ്യതയും അള്ളാഹുവിൻ്റെ റസൂലിനുള്ളതും റസൂലിൻ്റെ ഉമ്മത്തിന് മാത്രമുള്ളതുമായ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന പാഠം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു സവിശേഷത, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് മാത്രം നൽകിയ മറ്റൊരു സവിശേഷത, 70,000 ആളുകളെ അള്ളാഹു അതിൽ നിന്ന് ഹിസാബ് ഒഴിവാക്കി ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി 70,000 ബിഗൈരി ഹിസാബ്. ഹിസാബ് എന്ന് പറയുന്ന ഈ ലോകത്തൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന് കടന്നു പോകൽ അത്രയേറെ പ്രയാസകരമായ കടമ്പ അള്ളാഹു ഇവർക്കങ്ങ് ഒഴിവാക്കും.
ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അത് കേട്ടപ്പോഴാണ് സ്വഹാബിമാർ ചോദിച്ചത്, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവരാരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അഥവാ തവക്കുലിൽ ഏറ്റവും നന്നായി നിർവഹിക്കുന്ന ആളുകൾ എന്നതാണ് അതിൻ്റെ ചുരുക്കം. അവർ ലാ യസ്തർഖൂൻ, മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. ഇസ്ലാമിൽ അനുവദനീയ മന്ത്രങ്ങൾ തന്നെ മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. സ്വയം അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ, തതയ്യുർ അഥവാ ശകുനം നോക്കാത്തവരാണ് അവർ. ഇന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടായി എന്നാൽ പിന്നെ ജീവിതത്തിൽ അത് നല്ല നിലക്ക് നടക്കും, അതുള്ളത് കൊണ്ടാണ് അത് ജീവിതത്തിൽ അത് ദുശ്ശകുനമാണ് എന്നുള്ള ചിന്തയില്ലാത്തവർ. വലാ യക്തവൂൻ, അന്ന് അറേബ്യയിൽ നിലവിലുണ്ടായിരുന്ന കയ്യ് എന്ന് പറയുന്ന ഒരു ചൂട് വെക്കുന്ന ചികിത്സാരീതി അത് ചെയ്യാത്തവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ തവക്കുലിൻ്റെ പ്രാധാന്യം ഇത് കേട്ടപ്പോഴാണ് ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റെന്ന് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലേ ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, എന്നെയും കൂടി അതിൽ പെടുത്താൻ പ്രാർത്ഥിക്കണം, ഈ 70,000 ആളുകളിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവരാണ്. പിന്നൊരു സ്വഹാബി കൂടി എഴുന്നേറ്റു, എന്നിട്ട് റസൂലിനോട് അതേ ചോദ്യം ചോദിച്ചു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, എന്നെയും കൂടി അതിൽപ്പെടുത്താൻ അല്ലാഹുവിൻ്റെ റസൂലെ പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശതു, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. ഒരുപാട് പാഠങ്ങൾ നമുക്ക് അല്ലാതെ ലഭിക്കുന്നൊരു ഹദീസ് കൂടിയാണ്. ഒരു നന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു പക്ഷേ ആ അവസരം അള്ളാഹു നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞേക്കാം എന്ന വലിയൊരു പാഠമുണ്ട്. ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നന്മയോടുള്ള ആഭിമുഖ്യവും ഈ 70,000 ആളുകളുടെ ശ്രേഷ്ഠതയും തവക്കുലിൻ്റെ ഫദ്ലുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട പാഠമാണ് ആ രണ്ടാമത് എഴുന്നേറ്റ സ്വഹാബിയുടെ ചോദ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമുക്ക് നൽകുന്ന അവസരങ്ങൾ അത് ചെറുതാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എഴുന്നേറ്റാൽ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമല്ലോ എന്നൊക്കെയുള്ള തോന്നലുകൾ കാരണം പലപ്പോഴും ദുർബലരായ നമ്മൾ പലതിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട്. ആദ്യം എഴുന്നേൽക്കുന്ന ഒരു മടിയാണല്ലോ എല്ലാവർക്കും. ആദ്യം ചോദിച്ചാൽ കിട്ടുമോ? പക്ഷേ നമ്മൾ രണ്ടാമനായി കഴിഞ്ഞാൽ പോലും അള്ളാഹു ചില അവസരങ്ങളെ നമ്മളിൽ നിന്നൊരു പക്ഷേ അത് വീണ്ടും അള്ളാഹു അവസരം നിലനിർത്തണം, തരണം, നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുകൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസാണിത്. ആ ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ ചോദ്യമാണ്, ഒരു ചോദ്യം, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ ഉമ്മത്തിനെ എടുത്തു, അതിൽ മുസ്ലിം ഉമ്മത്ത് റസൂലിൻ്റെ ഉമ്മത്തിനെ മാത്രം അവർക്ക് ശ്രേഷ്ഠത എടുത്തു. അതിൽ തന്നെ 70,000 ആളുകൾ അള്ളാഹു സെലക്ട് ചെയ്തു. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്ത് പോലും 700 കോടി 800 കോടി ആവാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. 700 കോടി ആളുകൾ, 700-ലധികം കോടി ആളുകളുണ്ട്. ഇന്ന് പോലും അതിൽ നിന്ന് 70,000 എന്ന് പറഞ്ഞാൽ അതിന് എത്ര ശതമാനം ഉണ്ടാവും? അപ്പോൾ ഈ മാനവരാശി മുഴുവൻ എടുത്ത് അതിൽ നിന്ന് 70,000 എന്ന് പറയുമ്പോൾ അതിലൊരാളാകാൻ ഒരൊറ്റ ചോദ്യം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്കിൽ ചില ചോദ്യങ്ങളെയും ചില അവസരങ്ങളും ഞാനും നിങ്ങളും അത് വീണ്ടും കിട്ടുമല്ലോ എന്ന് കരുതി ഉപയോഗപ്പെടുത്താതിരിക്കരുത് എന്ന വലിയൊരു പാഠം കൂടി ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമമായ ഉമ്മത്താണ് പ്രവാചകൻ്റെ ഉമ്മത്ത് എന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനുള്ള സവിശേഷതയാണ്. അനവധി പ്രത്യേകതകൾ മുസ്ലിം ഉമ്മത്തിനുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത്. കുന്തും ഖൈറ ഉമ്മ എന്നത് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. ഏറ്റവും ഖൈറായ ഉമ്മത്ത്, അതിനവരെ അർഹമാക്കുന്നത് പ്രബോധനം എന്ന വലിയ ഒരു ദൗത്യവും കൂടിയാണ്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ആ ഖൈരിയത്ത് നേടിയെടുത്തത് എങ്ങനെയാണ്? കാരണം ഈ ഉമ്മത്ത് അങ്ങനെ മുൻകാല സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ പല വിഷയങ്ങളിലും അങ്ങനെ അങ്ങ് പോകേണ്ട ഉമ്മത്തല്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഉമ്മത്താണ്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് അള്ളാഹു പറഞ്ഞത്. ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നല്ല അള്ളാഹുവിനുള്ള ശരിയായ ഈമാനോടുകൂടി തന്നെ ഈ പറഞ്ഞ നന്മകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും തിന്മകൾക്കെതിരെ നിലകൊള്ളാനും അള്ളാഹു തിരഞ്ഞെടുത്ത സമുദായം. അതുപോലെ തന്നെ ഈ ഉമ്മത്ത് ഏറ്റവും മധ്യമമായ ഉമ്മത്താണ് എന്നത് ഈ മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ളതെന്ന് പറഞ്ഞാൽ അത് മുൻകാല സമൂഹങ്ങളിലെ ഉമ്മത്തിന് പോലും ഉണ്ടായിരുന്നില്ല. മുൻകാല ഇപ്പോൾ ബനൂ ഇസ്രായേലിലാണ്, അതുപോലെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന പല ഉമ്മത്തുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ശരീഅത്തും അതുപോലെ തന്നെ അവർക്കൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള നിയമങ്ങളും അല്ല മുസ്ലിം ഉമ്മത്തിനുള്ളത്. മുസ്ലിം ഉമ്മത്തിനെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഒരു വസത്തിയത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അവർക്കുണ്ടായിരുന്ന പല വലിയ കഠിനമായ നിയമങ്ങളുണ്ടായിരുന്നു.
മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പശുവുമായി ബന്ധപ്പെട്ട സംഭവം, അന്ന് അവർക്കുള്ള തൗബയായി, അവർ ചെയ്ത വലിയ പാതകത്തിനുള്ള തൗബയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നിശ്ചയിച്ചത് പരസ്പരം മനുഷ്യന്മാർ പരസ്പരം വെട്ടിക്കൊല്ലുക എന്നുള്ളതായിരുന്നു. അഥവാ തൗബ, അവരുടെ തൗബ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരാൾ മറ്റൊരാളെ കൊല്ലുക, ഇയാൾ മറ്റൊരാളെ കൊല്ലുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ച സംഭവമാണിത് ഉമ്മത്തിന്. അതുപോലെ തന്നെ ഒട്ടനവധി ശിക്ഷാവിധികൾ അങ്ങനെയുണ്ട്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന് അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ, മുൻകാല സമൂഹത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളെയും അള്ളാഹു ഒഴിവാക്കുകയും മുസ്ലിം ഉമ്മത്തിനൊരു മധ്യമമായ നിയമവും മറ്റു കാര്യങ്ങളും ലോകാവസാനം വരേക്കുമുള്ള ഏതൊരു മനുഷ്യനും ഏത് കാലത്തും അനുഷ്ഠിക്കാനും കൊണ്ടു നടക്കാനും കഴിയുന്ന ഒരു ദീനായി, ഒരു വസത്തിയത്തുള്ള ദീനായി അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ആക്കി തീർക്കുകയും ചെയ്തു. അത് അങ്ങനെയുള്ള കിതാബുകൾ പോലും നമുക്ക് ഇന്നും കാണാൻ കഴിയും. വസത്തിയത്തു അൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വസത്തിയത്ത് എന്ന പേരിൽ മുൻകാല സമൂഹങ്ങളും മുസ്ലിങ്ങളും ഏതൊക്കെ വിഷയങ്ങളിൽ, ചില വിഷയങ്ങളിൽ അങ്ങേറ്റമായിരിക്കും അവർക്കുണ്ടാകുന്ന ശിക്ഷകൾ. അതുപോലെ തന്നെ മുൻകാല സമൂഹങ്ങളിൽ അവർക്കൊരുപാട് ആയുസ്സുണ്ടായിരുന്നു, പക്ഷേ അവരുടെ കർമ്മങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിൽ എത്രയോ ഇളവുകളുണ്ട്. നമുക്ക് ചെറിയ ലൈലത്തുൽ ഖദർ പോലുള്ള പലതും മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് വലിയ പ്രതിഫലം നേടാനും മുൻകാല ഉമ്മത്തിനേക്കാളും വലിയ ശ്രേഷ്ഠതകൾ കൈവരിക്കാനും മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു പ്രത്യേകതയാണ്, മുസ്ലിം ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ട പ്രത്യേകതകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സവിശേഷത, പ്രവാചകനോ പ്രവാചക കുടുംബത്തിനോ പ്രവാചക കുടുംബത്തിലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ആ വിശാലമായ ആ വൃത്തത്തിനുള്ളിൽ ഒരാൾക്കും സക്കാത്തോ സദഖയോ സ്വീകരിക്കാൻ അർഹതയില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നതായി നമുക്ക് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന സദഖത ലാ തംബഗി ലി ആലി മുഹമ്മദിൻ. സദഖ ആലി മുഹമ്മദ് നബിയുടെ, മുഹമ്മദിൻ്റെ കുടുംബത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും യോജിക്കുകയില്ല, അത് അനുവദനീയമല്ല. ഇന്നമാ ഹിയ ഔസാഖുന്നാസ്. സദഖ എന്ന് പറഞ്ഞാൽ ആളുകൾ മറ്റുള്ളവർക്ക് ധർമ്മമായി കൊടുക്കുന്നതാണല്ലോ, ആളുകളുടെ ഔദാര്യമാണല്ലോ സദഖ കൊടുക്കുക എന്നാണ്. സക്കാത്ത് സുദക്ക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സമ്പന്നരായ ആളുകൾ പിന്നെ ബാക്കി വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് അവരുടെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രവാചക കുടുംബത്തിന് ഒരിക്കലും അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ ഒരുപാട് പാഠങ്ങളും നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമാണ് എന്ന് കരുതി ഏതെങ്കിലും തരത്തിലുള്ളൊരു ചൂഷണത്തിൻ്റെ വഴി കൂടി പ്രവാചകൻ അടച്ചതാണ്. ഇസ്ലാമിൽ ഉള്ള അനുവദനീയമായ സക്കാത്തും സ്വതക്കം തന്നെ പറ്റൂല. ഏതായാലും ബാക്കിയുള്ള ആളുകൾ കൊടുക്കുന്ന ഇന്ന് തങ്ങൾമാരെന്നോ അല്ലെങ്കിൽ പ്രവാചക കുടുംബമാണെന്നോ അവകാശപ്പെട്ട് തങ്ങൾക്ക് എന്തൊക്കെയോ ചില അവകാശങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഏതായാലും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ എന്തെങ്കിലും അർഹതകളോ അവകാശങ്ങളോ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ വിഷയം, പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തര സ്വത്ത് തന്നെ മക്കൾക്കിടയിൽ വീതം വെക്കാൻ പാടില്ല എന്നത്, പ്രവാചകന്മാർ ലാ നൂറസ്, പ്രവാചകന്മാരൊരിക്കലും അനന്തരമെടുക്കപ്പെടുകയില്ല. മാ തറക്ന സദഖ, നമ്മൾ എന്താണോ അവശേഷിപ്പിച്ചു പോയത് അത് സദഖയാണ്, മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിലേക്ക് ചേർക്കേണ്ട സ്വത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ അതൊക്കെ വലിയ ഒരു സൂക്ഷ്മതയുടെയും ചൂഷണത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയും പാഠം കൂടി ഇസ്ലാമിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഏത് കാലത്തായിരുന്നാലും ഒരു പ്രവാചക കുടുംബത്തിൽ ഒരാൾ പെട്ടു എന്ന് കരുതി അയാൾക്ക് സാമ്പത്തികമായൊരിക്കൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചൂഷണത്തിനുള്ള വകുപ്പില്ലാതായി എന്ന് ചുരുക്കം. സക്കാത്തും സദഖയും പ്രവാചക കുടുംബത്തിന് നിഷിദ്ധമാണ്. 25ഓളം പ്രത്യേകതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതകളുണ്ട്, മുസ്ലിം ഉമ്മത്തിന്, പ്രവാചകൻ്റെ ഉമ്മത്തിന് മാത്രം നൽകിയ പ്രത്യേകതകളുണ്ട്, പ്രവാചകന്മാർക്ക് ഒക്കെയും ഉള്ള ചില പ്രത്യേകതകളും ഒക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചുകൂടി പ്രത്യേകതകൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സവിശേഷതകൾ ഇത് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോഴും ഒന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു, ഉമ്മത്ത് എന്നുള്ള നിലയിൽ മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നു എന്നതിനപ്പുറത്ത് നാം നേരത്തെ പറഞ്ഞതുപോലെ ആ സവിശേഷതകൾക്ക് അർഹതയുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കണം എന്നൊരു പാഠം ആണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ഈ പ്രത്യേകതകളിൽ. ഏറ്റവും ഹൈറായ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്താണെന്ന് പറയുമ്പോൾ പ്രബോധനം നിർവഹിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് അള്ളാഹു എടുത്തു പറഞ്ഞു. ആ പ്രബോധന ദൗത്യം ഒരാൾ നിർവഹിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഈ ഉമ്മത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ആ ഖൈരിയത്ത് ലഭ്യമാവുകയില്ലല്ലോ. അപ്പോൾ ഏതൊരു വിഷയത്തിലും
നമുക്ക് ശ്രേഷ്ഠതകളും പദവികളും നാളെ പരലോകത്ത് ഓരോ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ, ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ, പ്രവാചകൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉറപ്പായും ഉത്തരം കിട്ടുന്ന ആ പ്രാർത്ഥന, ആ ശഫാഅത്ത്, അതിനർഹരാകണമെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതേ ആദർശത്തിൽ ഒരു തരത്തിലുമുള്ള വെള്ളം ചേർക്കാതെ അതേ രൂപത്തിൽ തന്നെ മരണം വരെ അതിൽ തന്നെ കഴിഞ്ഞുകൂടണം, പ്രബോധനം നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകണം. ആ അർഹത കൈവരിക്കാനും ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉത്തമ ഉമ്മത്തിൽ ഉൾപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഉമ്മത്തിൽ, അതിൽ തന്നെ സ്വർഗത്തിൻ്റെ ഉന്നത പദവികൾ കരസ്ഥമാക്കുന്ന, ഫിർദൗസ് കരസ്ഥമാക്കുന്ന മുസ്ലിങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.